ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഫേസ്ബുക്കുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാനൊന്ന് പറയട്ടെ, എൻ്റെ ഫേസ്ബുക്ക് ഓൾറെഡി മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ചെറിയ രീതിയിലൊക്കെ ഏണിങ്സ് വന്നു തുടങ്ങി. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കുന്നതിനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരുപാട് ഭാരിച്ച ഭാരങ്ങളൊന്നും എടുത്തു വെക്കാതെ തന്നെ നമുക്ക് സുന്ദരമായിട്ട് നമ്മുടെ നമുക്കൊരു കേവലം ഒരു മൊബൈൽ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലൂടെ നമുക്കൊരു ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒരു പ്രൊഫഷണൽ പേജാക്കി മാറ്റണം. അതിന് വലിയ ടെക്നോളജി ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ ഞാനിത് കൃത്യമായ രീതിയിൽ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്ക് എന്തായാലും മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. വലിയ രീതിയിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്നും വലിയ രീതിയിലുള്ള ഏണിങ്സ് ഒന്നും വരില്ല, പക്ഷേ എന്നാലും ചെറിയ രീതിയിലൊക്കെ ഡോളറുകൾ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഏണിങ്സ് വന്നു തുടങ്ങിയെന്ന് പറയുന്നത് നമ്മൾ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുന്ന ഫോട്ടോസിനാണ് കേട്ടോ. പലർക്കും പല രീതിയാവാം. നമ്മുടെ മൊബൈലിലൊക്കെ നല്ല നല്ല ഫോട്ടോസുകളുണ്ടാവും. അപ്പം നല്ല നല്ല ഫോട്ടോസുകൾ നമ്മുടെ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യണം. ഈ ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു ഫോട്ടോ മാത്രം ഇട്ട് പോകാൻ മാത്രമായിട്ട് ശ്രമിക്കരുത്. അതിൻ്റെ മുകളിൽ ടൈറ്റിൽ നന്നായിട്ട് എഴുതി നല്ല വർണ്ണമാക്കണം. അതായത് നമ്മൾ എന്ത് ഫോട്ടോ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോയെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ടൈറ്റിൽ നന്നായിട്ട് എഴുതണം. അതിനോടൊപ്പം തന്നെ ഹാഷ്ടാഗ് വെക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചൊന്ന് നീറ്റാക്കി ക്ലിയർ ആക്കിയിട്ട് മാത്രമേ നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്യാവൂ. പക്ഷേ റീൽസ് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാത്ത രീതിയിൽ വേണം ഈ പറഞ്ഞ റീൽസിനകത്ത് നമ്മൾ ഓഡിയോ ആഡ് ചെയ്യുമ്പോൾ. പരമാവധി എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ചിട്ട് നമ്മളൊരു റീൽസ് ചെയ്യുന്ന സമയത്ത് പരമാവധി മ്യൂസിക് ആഡ് ചെയ്യാതിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മളിപ്പോൾ ഞാനീ സംസാരിക്കുന്ന പോലെ തന്നെ റിയലായിട്ട് സംസാരിക്കുന്ന വോയിസ് തന്നെ ഇട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ്. പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഈ റിയലായിട്ടുള്ള വോയിസ് മാറ്റിയിട്ട് നമ്മൾ ചിലപ്പോൾ മ്യൂസിക് ആഡ് ചെയ്യേണ്ടതായ ചില സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെയേറെ ശ്രദ്ധിച്ചിട്ടേ ചെയ്യാവൂ. മറ്റൊരാളുടെ ഓഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ വീഡിയോയിൽ അത് മിക്സ് ചെയ്തിട്ടരുത്. അത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാണിക്കും. അതുപോലെ കിട്ടുന്ന പാട്ടുകളെല്ലാം തന്നെ എടുത്തുകൊണ്ട് വന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ കൊണ്ട് പോസ്റ്റ് ചെയ്യരുത്. അത് നമുക്ക് പണി കിട്ടും. പിന്നെ ഫേസ്ബുക്ക് തന്നെ കുറേ ഓഡിയോ നമുക്ക് തന്നിട്ടുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ അതിനകത്തും ചില കാര്യങ്ങളെന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരില്ല. പക്ഷേ ആരാണോ, അതായത് ഫ്രീ അല്ലാത്തതായ ഓഡിയോ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ആഡ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ നമുക്കിപ്പോൾ എല്ലാവർക്കും റീൽസ് ഒരുപക്ഷെ ചെയ്യാൻ താല്പര്യമില്ല. ഇഷ്ടംപോലെ ഫോട്ടോസുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഫോട്ടോസാണ് ഇടാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് ചിന്തിച്ചാൽ മതി. നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് ആയിരിക്കണം നമ്മൾ പരമാവധി നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഒന്നത്, അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ടൈറ്റിലൊക്കെ നന്നായിട്ട് മനോഹരമായിട്ട് എഴുതണം. എന്താണോ നമ്മുടെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഫോട്ടോസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ടൈറ്റിലാണോ നമുക്ക് കൊടുക്കേണ്ടതെന്നുള്ളത് വ്യക്തമായ രീതിയിൽ എഴുതണം. എഴുതിയതിന് ശേഷം ഒരു ഹാഷ്ടാഗും ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മളത് വ്യക്തമായിട്ട്. പിന്നെ നമുക്ക് ആൾക്കാരെയെങ്കിലും നമുക്ക് ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നാളിലേക്ക് ഈ ഒരു വീഡിയോ പോകണം, അപ്പോൾ അദ്ദേഹം ഒരു 10 പേർക്ക് ഷെയർ ചെയ്യും എന്നുള്ള കണക്കൂട്ടിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ ഇടുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരിലേക്ക് മാത്രമേ നമ്മൾ ടാഗ് ചെയ്യാവൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഫോട്ടോസൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് പോവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മെസ്സഞ്ചറിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിൽ കയറിയിട്ട് ആൾക്കാർ ഇതുപോലെ എന്നെ കൂടെ ഫോളോ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ ആദ്യമേ പറയാം, ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിനെ സംബന്ധിച്ച് അത് നിയമവിരുദ്ധമാണ്. എന്നാൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓൾറെഡി നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള വേറൊരു ഓപ്ഷൻ നമ്മുടെ ഫേസ്ബുക്കിലുണ്ട്. അത് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവൂ. മെസ്സഞ്ചറിൽ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്നെ കൂടെ ഫോളോ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി കഴിയുമ്പോൾ അത് ഫേസ്ബുക്കിൻ്റെ പോളിസിക്ക് നിരക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ വൃത്തിയായ രീതിയിൽ അതിൻ്റെ ടൈറ്റിലും ഒക്കെ എഴുതി നല്ല നല്ല ഫോട്ടോസുകൾ നിങ്ങൾ ആഡ് ചെയ്യാം. എത്ര ഫോട്ടോ വേണമെങ്കിലും ഡെയിലി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. അതുപോലെ തന്നെ നല്ല റീൽസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല റീൽസുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി ഇതൊന്നുമല്ലാതെ തന്നെ നമുക്ക് ഈ ഫോട്ടോസും ഈ ഒരു റീൽസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലോങ് വീഡിയോകളൊന്നും അല്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ലെറ്ററുകൾ എഴുതി, അറിയാമല്ലോ, നമുക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, അപ്പം നല്ല നല്ല ലെറ്ററുകൾ എഴുതി പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാം ഏണിങ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളോട് എനിക്ക് എടുത്തു പറയേണ്ടതായ ഒരു കാര്യമുണ്ട്. ഞാൻ പറയുന്നതിനെ ഒരു മൈൻഡിൽ മാത്രമേ നിങ്ങൾ എടുക്കാവൂ. നമുക്കറിയാം, ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നിരവധി രാഷ്ട്രീയ പോസ്റ്റുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. ഒരുപക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ പോസ്റ്റ് നമ്മൾ തുടക്കം മുതലേ ഈ സമയം വരെ നമ്മൾ ഇത്രയും ഫോളോവേഴ്സിനെയൊക്കെ ഉണ്ടാക്കിയതൊക്കെ നമ്മുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നിന്നുകൊണ്ട് അതിൻ്റെ പോസ്റ്റുകൾ മാത്രം ഇട്ട് മുമ്പോട്ട് പോകുന്ന
ഒരു പേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാം, കുഴപ്പമില്ല. കാരണം നമ്മുടെ പേജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ എന്താ പറയുന്ന ഒരു പേജാണ്, അല്ലെങ്കിൽ ഒരു FB ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് ഏകദേശം 90%, 100% ആൾക്കാരും ആ ഒരു രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ മാത്രം ആയിരിക്കും നമ്മളെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതല്ല ഒരാളെക്കുറിച്ച് മോശമായി പറഞ്ഞെടുത്ത് പോസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ വലിയ രീതിയിൽ നമ്മുടെ FBയുടെ ഗ്രോത്തിനെ അത് ബാധിക്കും. അത് വളരെ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ. ഞാനീ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു ഏണിങ്സ് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇത് കേട്ടിട്ട് മറ്റുള്ള ആൾക്കാർക്കൊന്നും ഒരു വിഷമം ഉണ്ടാകരുത്, അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറയുകയാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായ നിരവധി പാർട്ടികൾ എന്തായാലും നമ്മുടെ നിലവിലുണ്ട്. എല്ലാ പൊളിറ്റിക്സ് പാർട്ടിക്കും അവരുടെ എന്താ പറയുക സോഷ്യൽ മീഡിയ ഹാൻഡിൽ അവർ യൂസ് ചെയ്യാനുള്ള അവർക്കൊരു ബേസുണ്ട്. ആ ബേസിലൂടെ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ അങ്ങനെ പൊയ്ക്കോട്ടെ. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു പോസ്റ്റ് എടുത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിനകത്ത് ഒരൊറ്റ രാഷ്ട്രീയ പോസ്റ്റ് പോലും ഞാനടുത്ത് അപ്ലോഡ് ചെയ്യാറില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പൊളിറ്റിക്സ് പാർട്ടിക്കും അതിൻ്റെ പ്രത്യേകം സോഷ്യൽ മീഡിയ എന്താ പറയുക ബേസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവർ ചെയ്യുന്നുണ്ട്, അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അതിനകത്ത് നമ്മളും കൂടെ പോയി ചുമ്മാ എന്തിനാ ആൾക്കാരുടെ ശത്രുതയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഇനി ഞാൻ വീണ്ടും പറയുക, ഒരുപാട് സംസാരിച്ച് സമയം കളയാതെ ഞാൻ വീണ്ടും പറയുന്നു, നല്ല രീതിയിൽ നല്ല ഫോട്ടോസുകൾ എടുക്കുക, നേരെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക. ടൈറ്റിൽ നല്ല രീതിയിൽ എഴുതിയിട്ട് വേണം, നല്ലൊരു കളർഫുള്ള് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്യുവാൻ. അതുപോലെ തന്നെ റീൽസ്, ഇനി ഇതൊന്നും അല്ലാതെ ഫോട്ടോസും റീൽസും അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഫേസ്ബുക്കിൽ ചില പോസ്റ്റുകളൊക്കെ എഴുതി തയ്യാറാക്കിയിടാം. അതിനും ഏണിങ്സ് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പരമാവധി ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരാണെന്നെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് പലർക്കും അറിയില്ല, പലരും നല്ല നല്ല ഫോട്ടോസുകളൊക്കെ വെറുതെ ഇട്ട് പോകുന്നുണ്ട്. പക്ഷേ വെറുതെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഏണിങ്സ് കിട്ടത്തില്ല. അറിയാത്തവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് കൂടെ പ്രയോജനമായിക്കോട്ടെ. അവർക്കും കൂടെ നാളെ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളാൽ പറഞ്ഞ ഒരു കാര്യമാകുമ്പോൾ നമുക്ക് ഒരു വലിയ സന്തോഷമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. ഇതിനകത്തൊക്കെ ചെറിയ രീതിയിലും വലിയ രീതിയിലുമൊക്കെ ഇഷ്ടംപോലെ ഏണിങ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ഫോട്ടോസുകളൊക്കെ വെറുതെ ചുമ്മാ അവിടെയും പോസ്റ്റ് ചെയ്ത്, അതായത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാവും. ഞാനെടുത്ത് എൻ്റെ മൊബൈൽ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഫോട്ടോഷോപ്പ് ചെയ്തൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോട്ടോസ് എടുത്തിട്ട് നിങ്ങളുടെ ചാനലിനകത്ത് നിങ്ങൾക്ക് ഏണിങ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ആ ഫോട്ടോസ് ഇഷ്ടപ്പെടാം. ആ ഇഷ്ടപ്പെട്ട ഫോട്ടോ നിങ്ങൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നേരെ എടുത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യരുത്. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഗ്രോത്തിനെ, നിങ്ങളുടെ ഒരു എന്താ പറയുക ഫേസ്ബുക്ക് ഗ്രോത്തിനെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന നല്ല നല്ല വീഡിയോകൾ, ഇപ്പം ഞാൻ പറയട്ടെ, ഇതെല്ലാം വീഡിയോകൾ നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ഒരു ഫ്ലവർ ആയിക്കോട്ടെ, നല്ലൊരു ഫ്ലവർ നമ്മുടെ ഒരു കാഴ്ചയിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഫുഡ്, നമ്മുടെ യാത്രകൾ, നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സുകൾ. ഈ പെറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. ഫേസ്ബുക്കിനെ സംബന്ധിച്ച് ഫേസ്ബുക്കിൻ്റെ കുറേ വയലൻസ് ആയിട്ട് വരുന്ന ചില വീഡിയോകൾ, പോസ്റ്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യരുത്. അത് വളരെയേറെ ശ്രദ്ധിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു റീൽസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലയിടത്തും കണ്ടുണ്ട് വലിയ ആക്സിഡൻറ്റ്, ഓവറായിട്ട് നടക്കുന്ന വലിയ ആക്സിഡൻ്റ് ഒക്കെ എടുത്തിട്ട് ആൾക്കാർ നേരെ കൊണ്ടുവന്ന് ഫേസ്ബുക്കിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യും. അത് നമ്മുടെ ഇതിൻ്റെ പോളിസിക്ക് നിരക്കാത്തതാണ്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്ന വീഡിയോ, ചിലർക്ക് അതൊരു വലിയ രസമായിട്ട് തോന്നും. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ എവിടെയെങ്കിലും കണ്ടത് എടുത്തുകൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന വീഡിയോകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടിടാൻ പാടില്ല. അതുപോലെ തന്നെ ബ്ലഡ് അറിയാമല്ലോ, ഒരുപാട് ചോരയൊക്കെ ഉള്ള ഭീകരമായ രംഗങ്ങളൊന്നും കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ യൂസ് ചെയ്യരുത്. അത് വളരെയേറെ ഓർക്കുക. ഇതൊക്കെയാണ് വളരെ വയലൻ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ചാനലേ അടിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നല്ല രീതിയിൽ നല്ല ഫോട്ടോസുകൾ എടുക്കുക. ഇപ്പം നമ്മുടെ കുടുംബ ഫോട്ടോകളാകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ഫ്ലവറുകളുണ്ടാകും, നല്ല യാത്രയിലാവും, നല്ല ഫുഡുകൾ, എന്തെല്ലാം നല്ല വീഡിയോകൾ, ഫോട്ടോസുകളൊക്കെ എടുത്തിട്ട് നേരെ നിങ്ങൾ അപ്ലോഡ് ചെയ്യും. എന്തായാലും ഇന്നല്ലേ നാളെ ആയാലും നിങ്ങൾക്ക് ഒരു ഏണിങ്സ് ലഭിക്കും. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.